എറണാകുളം കണ്ണമാലിയിലെ കടലാക്രമണത്തിൽ നടപടിയില്ല എന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ. കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്ന സാഹചര്യത്തിലായിരുന്നു റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം. ജില്ലാ കളക്ടർ ഇടപെട്ടതോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കാലവർഷത്തിന്റെ രണ്ടാം വരവോടെയാണ് കണ്ണമാലിയിൽ കടലാക്രമണം ഇത്രമേൽ രൂക്ഷമായത്. കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് മാത്രം 8ഓളം വീടുകളാണ് തകർന്നത്. ഇതോടെയാണ് വള്ളവും വലയുമായി റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചത്. താത്കാലികമായി ജിയോ ബാഗുകൾ സ്ഥാപിക്കുക, കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുക, തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് റോഡിൽ കിടന്ന് ഞങ്ങൾ ജോലിക്ക് പോകാതെ കിടന്ന് ഉപരോധിച്ചിട്ട് പോലും അതിനൊരു ശക്തമായ നടപടി ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിച്ച് ബാത്റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കണ്ടേ നിൽക്കണം, ബാത്റൂമിൽ പോകാതെ നിൽക്കണമെങ്കിൽ കല്ലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇലക്ഷൻ സഹകരിക്കുള്ളൂ. ഇപ്രാവശ്യം ഒരു പാർട്ടിക്കും ചെയ്യല. അങ്ങനെയാണ് എല്ലാവരും തീരുമാനം എടുക്കുന്നത്. ADB ഫണ്ട് അനുവദിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതായി കൊച്ചി തഹസിൽദാർ പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകി. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഉറപ്പ് സാറ് നൽകുകയാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഇത്രയും നാൾ ഫണ്ടില്ലാതിരുന്നെന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ ഫണ്ടിന്റെ കാര്യം സാറ് തന്നെ പറയുന്നത് ADB വായ്പ അത് കിട്ടും. നേരത്തെ കിഫ്ബിയുടെ ഫണ്ടിങ്ങിനെ പറഞ്ഞപ്പോൾ അത് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇപ്പൊ ADB വായ്പ സാറ് പറഞ്ഞില്ല, കളക്ടറും മുഖ്യമന്ത്രിയുടെ ജൂലൈ 3-ാം തീയതി മീറ്റിംഗ് ഉണ്ട്. ആ ഒരു ഉറപ്പ് ഞങ്ങളിപ്പോ, പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റ് സമരങ്ങളുണ്ട്. നടപടി വേഗത്തിലായില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് കണ്ണമാലി നിവാസികളുടെ തീരുമാനം. എത്രയും വേഗം നടപടിയില്ലെങ്കിൽ ഇത് തരത്തിലേക്ക് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണമാലിയിൽ നിന്നും MT അധീഷിനൊപ്പം YS അഭിനന്ദ്, 24.